ഒരു പ്രദേശത്തെ എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിച്ച് മാതൃകയാക്കിയിരിക്കുകയാണ് ഒരു ക്ലബ്ബ്. തികച്ചും സൗജന്യമായാണ് പൂവത്താണിയിലെ നീന്തൽ ക്ലബ്ബ് പരിശീലനം നൽകിയിരിക്കുന്നത്. പരിശീലനം പൂർത്തീകരിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ശനിയാഴ്ച രാവിലെ പുഴയോരത്ത് വെച്ച് നടത്തും. വേനലിൽ ശാന്തമായി ഒഴുകുന്ന ചെത്തല്ലൂർ മുറിയൻകണ്ണി പുഴയിലെ മുറിയൻകണ്ണി കടവിലാണ് വെള്ളത്തിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടാൻ വേണ്ടി കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. വായു നിറച്ച ആംബേർഡ്, ലൈഫ് ജാക്കറ്റ്, എയർ ട്യൂബുകളുമായാണ് ക്ലബ് അംഗങ്ങൾ നീന്തൽ പരിശീലനം നടത്തുന്നത്. കുട്ടികളും മുതിർന്നവരുമടക്കം 140 പേരാണ് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകൾ നേടുന്നത്. കൂട്ടത്തിൽ നീന്തൽ പഠിക്കാൻ ഭിന്നശേഷിയുള്ള തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉണ്ടെന്നാണ് ക്ലബ് അംഗങ്ങൾക്ക് സന്തോഷം പകരുന്നത്. പ്രദേശവാസികളായ 2 കുട്ടികൾ തൂതപ്പുഴയിൽ മുങ്ങി മരിച്ച സംഭവത്തെ തുടർന്നാണ് നീന്തലിൽ താൽപര്യമുള്ളവർക്ക് സൗജന്യ പരിശീലനം നൽകാനായി ക്ലബ്ബ് രൂപവൽക്കരിക്കാൻ തീരുമാനമെടുത്തത്. ഇതുപോലെയുള്ള വാർത്തകൾ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഞങ്ങളുടെ രക്ഷാധികാരികളായിട്ടുള്ള ആളുകൾക്കും അവരുടെ പിന്തുണയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും തുടരും. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ട്രെയിനർമാരെ കൂട്ടിച്ചേർത്ത് വിപുലമായ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലെ മുങ്ങിയ മരണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടമായിട്ടുള്ള പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ സാധിക്കും. അതിനെല്ലാവരുടെയും പിന്തുണയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും കൂട്ടമായിട്ട് ഇതിലേക്ക് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വെള്ളത്തിലകപ്പെട്ട് മക്കളെ നഷ്ടപ്പെടുന്ന രക്ഷിതാക്കളുടെ കണ്ണീർ കാഴ്ചകൾ ഇനി ഉണ്ടാവരുതെന്ന ലക്ഷ്യമാണ് ക്ലബിനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ക്ലബ് പ്രസിഡന്റ് അബ്ദുൽ അസീസ് കൂരി പറഞ്ഞു. 1000-ലധികം പേരെ ഇതിനകം പരിശീലിപ്പിച്ചു. 3 വയസ്സ് മുതൽ 73 വയസ്സായവർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. തച്ചനാട്ടുകര, താഴേക്കോട്, ആലിപ്പറമ്പ്, വെള്ളിനേഴി, കരിമ്പുഴ പ്രദേശവാസികളുടെ കുട്ടികൾ, സമീപ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങി ദൂരപ്രദേശങ്ങളിൽ നിന്നുള്ളവരും നീന്തൽ പരിശീലനത്തിന് എത്തുന്നുണ്ട്. പുലർച്ചെ 6:30 മുതൽ 8:30 വരെയാണ് പരിശീലനം. 3 ദിവസം കൊണ്ട് കുട്ടികൾ തനിയെ നീന്താൻ പ്രാപ്തരാകും. മുഖ്യ പരിശീലകൻ നാസർ കൂരിയും ഇദ്ദേഹത്തിന്റെ കീഴിൽ മികച്ച പരിശീലനം നേടിയ 12 ക്ലബ് അംഗങ്ങളുമാണ് മുൻനിരയിലുള്ളത്. ട്രോമാ കെയർ അംഗം കൂടിയായ EK ഷംസുദ്ദീൻ സംഘത്തിലെ മുങ്ങൽ വിദഗ്ധനുമാണ്. പുഴയുടെ ആഴങ്ങളിൽ അകപ്പെട്ടവരെ കണ്ടെത്താൻ സേനാംഗങ്ങൾ ഷംസുദ്ദീന്റെ സഹായം തേടാറുണ്ട്. ഞങ്ങളിവിടെ സ്വിമ്മിംഗ് ആരംഭിച്ചിട്ട് ഏകദേശം 10-17 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലൊക്കെ ചെറിയ തോതിലൊക്കെ കുട്ടികൾക്ക് സ്വിമ്മിംഗ് പരിശീലനം കൊടുക്കാറുണ്ടായിരുന്നു. ക്ലബ്ബ് രൂപീകരിച്ച് 6 വർഷം പിന്നിട്ടിപ്പോ ഈ ക്ലബിന്റെ രൂപീകരണത്തോടുകൂടി കുട്ടികൾക്ക് സ്വിമ്മിംഗ് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 1100ഓളം കുട്ടികൾക്ക് ഞങ്ങൾ സ്വിമ്മിംഗ് പരിശീലനം പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പരിശീലനത്തിന് വേണ്ടി 12ഓളം അസിസ്റ്റന്റ് ട്രെയിനർമാർ എന്റെ കൂടെയുണ്ട്. അതിന് പ്രധാനിയായിട്ടുള്ളത് നമ്മുടെ ഈ നാട്ടുകാരനും പ്രോമോക്കർ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള ഷംസുദ്ദീൻ EK. അദ്ദേഹം നല്ലൊരു മുങ്ങൽ വിദഗ്ധനും കൂടിയാണ്. അതുപോലെ ഈ നാട്ടിലെ ചെത്തല്ലൂരിലെ പ്രധാന അധ്യാപകൻ ഉണ്ണീഷൻ മാഷാണ് ഞങ്ങളെ ഇപ്പോഴത്തെ സെക്രട്ടറി. അതുപോലെ കരിങ്കലത്താണി കൂരി അസീസാണ് ക്ലബിന്റെ പ്രസിഡന്റ്. ഇവരുടെ കട്ട സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഒരു പ്രയാസവും കൂടാതെ 160ഓളം കുട്ടികൾക്ക് ഇപ്രാവശ്യം ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. തച്ചനാട്ടുകര പഞ്ചായത്ത് ഞങ്ങളുടെ ക്ലബ്ബുമായി സംയുക്തമായി ഈ സീസണിലെ മുഴുവൻ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് സ്വിമ്മിംഗ് പരിശീലനം ക്ലബിന്റെ സപ്പോർട്ടോടു കൂടി നടത്തിത്തരണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി 140ഓളം കുട്ടികൾക്ക് പ്രാവശ്യം ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 2018 ഓഗസ്റ്റിലാണ് ചെത്തല്ലൂർ പൊതുജന ഗ്രന്ഥാലയത്തിൽ വെച്ച് ക്ലബിന് രൂപം നൽകിയത്. അന്ന് 38 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 87 പേരായി. ശാസ്ത്രീയമായ നീന്തൽ പരിശീലനത്തിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പുഴ സംരക്ഷണ പ്രവർത്തനങ്ങളും ക്ലബ് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. മുതിർന്ന പെൺകുട്ടികളെയും പ്രായമായ സ്ത്രീകളെയും നീന്തൽ പഠിപ്പിക്കാനുള്ള പദ്ധതിയും ക്ലബിനുണ്ട്. വനിതാ പരിശീലകരെ ലഭ്യമായാൽ ഇതിനും തുടക്കം കുറിക്കും. വിവിധ നീന്തൽ മത്സരങ്ങളിലും മറ്റ് കായിക മത്സരങ്ങളിലും വിജയികളായിട്ടുള്ളവരാണ് ക്ലബിലെ പല അംഗങ്ങളും. 2023 മലപ്പുറം സ്പോർട്സ് കൗൺസിൽ അംഗീകാരവും ക്ലബിന് ലഭിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ നീന്തൽ പരിശീലന സമാപനത്തിന്റെയും സർട്ടിഫിക്കറ്റ്, മെഡൽ എന്നിവയുടെ വിതരണവും നടത്തും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ക്ലബ് അംഗങ്ങളും മറ്റു രക്ഷിതാക്കളും പങ്കെടുക്കും. CCN ചെത്തല്ലൂർ.